നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. ദിയയുടെ കവടിയാറിലെ സ്ഥാപനത്തിലെ 3 ജീവനക്കാരികളാണ് പരാതിക്കാർ. 2 വാഹനങ്ങളിലായി തട്ടിക്കൊണ്ടുപോയി എന്നും മണിക്കൂറുകളോളം പൂട്ടിയിട്ടുവെന്നും യുവതികൾ പറയുന്നു. നികുതി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ദിയ തന്നെയാണ് തങ്ങളുടെ അക്കൗണ്ട് വഴി പണം വാങ്ങാൻ ആവശ്യപ്പെട്ടത്. ജാതീയമായി അധിക്ഷേപിക്കാറുണ്ടെന്നും യുവതികൾ പറയുന്നു. കേൾക്കാം. ജാതീയമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര തന്നെ ചെയ്താലും ദിയക്കെന്ന് പറഞ്ഞ ഒരു ഡോഗിനെയാണ് ആവശ്യം. അങ്ങനെ നിൽക്കണം ഒരാൾ. ദിയ എന്ത് പറയുന്നു അത് മാത്രം കേൾക്കുക. നമുക്കൊരു തിരിച്ചൊരു അഭിപ്രായം ഉണ്ടാവാൻ ദിയയുടെ അടുത്ത് പാടില്ല. ദിയ എന്താണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ദിയയുടെ കൂടെ മൂവ് ചെയ്യുക. വേറെ ഒന്നും ദിയയ്ക്ക് പറ്റത്തില്ല. ജോലിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പണം വാങ്ങി സ്ക്രീൻഷോട്ട് കാണിച്ച് ദിയ ഭീഷണിപ്പെടുത്തിയെന്നും യുവതികൾ. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് കുറ്റം സമ്മതിച്ചതെന്നും പരാതിക്കാർ പറയുന്നു. കേൾക്കാം. ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് അയക്കുന്ന ദൃശ്യങ്ങളാണത്. ദിയയുടെ അനുവാദത്തോടെയും നമ്മളത് ചെയ്തത്. പക്ഷേ കസ്റ്റമേഴ്സിന് അറിയില്ലല്ലോ അത് ദിയ പറഞ്ഞിട്ടാണോ നമ്മൾ ചെയ്യുന്നതെന്ന്. ആ ഭീഷണിയിൽ പേടിച്ചാണ് ഞങ്ങളത് സമ്മതിച്ചത് അവരെടുത്ത്. പിന്നീട് ആ തുക നിങ്ങൾ തിരിച്ചു ചോദിച്ചിരുന്നു? പിന്നീട് ഞങ്ങൾ ആ തുക തിരിച്ചു ചോദിച്ചില്ല. കാരണം ഞങ്ങൾ അവിടെ പോയതിന് ശേഷം ദിയയുടെ പ്ലാൻ വേറെ ഒന്നായിരുന്നു. നമ്മൾ പിന്നീടാണ് അറിയുന്നത് ദിയ ഇങ്ങനെ ആ ദിവസം നമ്മൾ ഇപ്പോഴും ലീഗലി മൂവ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അന്ന് രാത്രി വീണ്ടും ദിവ്യയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് 3000 രൂപയോളം ദിയ വീണ്ടും ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് ഇടുമെന്ന്. ആ ഒരു ഇതായപ്പോഴാണ് നമ്മൾ നാളെ മോർണിംഗ് തന്നെ കേസ് കൊടുക്കുക, ലീഗലി മൂവ് ചെയ്യുക എന്നുള്ള ഇതിലോട്ട് എത്തുന്നത്. ജീവനക്കാർ ചേർന്ന് 69 ലക്ഷം രൂപ തട്ടിയെന്നും പിടിക്കപ്പെട്ടപ്പോൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു. ജീവനക്കാരികൾക്കെതിരെ ആദ്യം പരാതി നൽകിയത് താനാണെന്ന് കൃഷ്ണകുമാർ പറയുന്നു. കേൾക്കാം. മകളുടെ സ്ഥാപനം അവിടെ നിന്ന് അവിടുത്തെ ജീവനക്കാർ 3 പേര് ചേർന്ന് കഴിഞ്ഞൊരു 9 മാസമായിട്ടാണ് തോന്നുന്നു ഉദ്ദേശം 69 ലക്ഷം രൂപയാണ് കണക്കിലൂടെ മാത്രം, ഇതിൽ ക്യാഷ് മറ്റൊന്നും പെടുന്നില്ല, ഇത് കൊണ്ടുപോയിരിക്കുന്നത്. എല്ലാവിധ തെളിവുകളും സഹിതമാണ് നമ്മൾ പോലീസിൽ കൊടുത്തിരിക്കുന്നത്. ഇവരൊരു വീഡിയോ അയച്ചു തരട്ടെ, ഇവരെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് എവിടെ നിന്ന് കയറ്റുന്നതോ അല്ലെങ്കിൽ കാറിൽ നിന്ന് ഇറക്കി കെട്ടിക്കൊണ്ടിരുന്നതോ അല്ലെങ്കിൽ കെട്ടിയിട്ടിരിക്കുന്നതോ എന്തെങ്കിലും ഒരു സാധനം വീഡിയോ ഇവർ ഇറക്കട്ടെ. കാരണം ഇല്ലാത്ത കാര്യം എങ്ങനെ കൊണ്ടുവരും? ജീവനക്കാരികൾ ചേർന്ന് നടത്തിയത് വിശ്വാസവഞ്ചനയെന്ന് ദിയ പറയും. അല്ല, അതാരും ഉണ്ട്. കാര്യം അന്ന് ഇവിടെ വന്നപ്പോൾ ഈ 3 കുട്ടികളെ നമ്മൾ കണ്ടതല്ലേ. ഇവരെ ഞാൻ 1 വർഷമായിട്ട് കാണുക. ഇവർക്ക് ഇങ്ങനെ ഇവർ ഇത്രയും സംസാരിക്കുന്നവരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിന് ഇത്രയും വ്യക്തമായി 3 പേരും ഒരേ സ്റ്റേറ്റ്മെന്റ് പറയുന്നതെങ്കിൽ അതാരോ പറഞ്ഞു കൊടുത്തായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതിനിടെ ദിയയുടെ സ്ഥാപനത്തിന്റെ പ്രതിദിന വിറ്റുവരവ് രേഖകളും CCTV ദൃശ്യങ്ങളും കൃഷ്ണകുമാർ പുറത്തുവിടുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. നമുക്കിപ്പം ഗോപാൽ ശില സനൽ ചേരുന്നുണ്ട്. ഗോപാൽ ശില സനൽ, നിലവിൽ നമ്മുടെ മുന്നിൽ 2 സെറ്റ് പരാതികളാണുള്ളത്. ആരോപണം പ്രത്യാരോപണങ്ങളുണ്ട്. അതിൽ ഒരു വിഭാഗം പറയുന്നു തങ്ങളെ പൂട്ടിയിട്ടു, അവരുടെ അനുവാദത്തോടു കൂടിയാണ് പണം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നത്. എന്നാൽ മറുഭാഗം പറയുന്നു 69 ലക്ഷത്തോളം രൂപ തട്ടിയെന്ന് കൃഷ്ണകുമാറും പറയുന്നു. ആരുടെ ഭാഗത്താണ് സത്യം, ആരാണ് ശരി? നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ആഭരണക്കടയായ ഓബൈ OC എന്ന സ്ഥാപനത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ വിവാദങ്ങളും പരാതികളെല്ലാം തന്നെ നടക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം 2 പരാതികളാണുള്ളത്. ഒന്ന്, ഈ കടയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മുൻപ് ജോലി ചെയ്തിരുന്ന 3 ജീവനക്കാരികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി. ആ പരാതി ഇങ്ങനെയാണ്. അതായത് തങ്ങൾ അവിടെ ജോലി ചെയ്തിരുന്നവരാണ് എന്നും പിന്നീട് അവിടുത്തെ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം അവിടെ നിന്നും ഈ കൃഷ്ണകുമാറും അതിനോടൊപ്പം തന്നെ ദിയ കൃഷ്ണയും ചേർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നും ഭീഷണിപ്പെടുത്തിയെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും പണം ബലം പ്രയോഗിച്ച് പണം വാങ്ങിയെടുത്തു എന്നതും അടക്കമുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഈ ആരോപണം ഉന്നയിക്കുകയും ആ കേസ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതിന് പിന്നാലെ തന്നെ ഇന്ന് കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും ഇതിൽ വിശദീകരണവുമായി രംഗത്ത് വന്നു. ആ വിശദീകരണം ഇങ്ങനെയാണ്. അവർ പറയുന്നത് തങ്ങളുടെ സ്ഥാപനത്തിൽ QR കോഡ് മാറ്റി സ്ഥാപിച്ച് ഏകദേശം 69 ലക്ഷത്തോളം രൂപ ഈ 3 സ്ത്രീകളും ചേർന്ന് കവർന്നു എന്നതാണ് അവരുടെ ആരോപണം. പല തവണയായി ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടന്നു. ഈ തട്ടിപ്പ് കണ്ടുപിടിക്കുകയും പിന്നീട് ഇതേക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഇവരെ ദിയ കൃഷ്ണയുടെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. അവിടെ വെച്ച് നടന്ന ചർച്ചയെ അല്ലെങ്കിൽ അവിടെ വെച്ച് നടന്ന സംഭാഷണത്തിൽ ഈ സ്ത്രീകൾ തങ്ങൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയെന്നും അപ്പോൾ അവിടെ വെച്ച് തന്നെ ഏകദേശം 8.5 ലക്ഷം രൂപ മടക്കി നൽകിയെന്നും കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും പറയുന്നു. പിന്നീട് അതിനുശേഷമാണ് ഇവർ പുറത്തിറങ്ങിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്.
ചെയ്യുന്നതും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നതും തങ്ങൾ ACPക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നും അവിടെ നിന്ന് അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായതെന്നും കൃഷ്ണകുമാർ പറയുന്നു. ഇത്തരത്തിലൊരു പരാതി തങ്ങൾ നൽകിയത് അറിഞ്ഞതിന് ശേഷമാണ് കൗണ്ടർ പെറ്റീഷൻ എന്ന നിലയ്ക്ക് ഈ 3 സ്ത്രീകൾ പരാതി നൽകിയത് എന്നതാണ് അവരുടെ വാദം. എന്നാൽ ഈ വിശദീകരണം, അതായത് ഇത്തരത്തിലേക്കുള്ള വിശദീകരണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ മുൻ ജീവനക്കാരികളായ 3 പേരും. അതായത് തങ്ങളെ ജാതീയമായി അധിക്ഷേപിച്ചു എന്നും പല തവണയായി അടിച്ചമർത്തുന്ന സമീപനമാണ് ദിയ കൃഷ്ണയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നും ഇവർ ആരോപിക്കുന്നു. രാത്രിയിലൊക്കെ ഈ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ഭർത്താവ് അടക്കമുള്ളവർ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാർ നേരിട്ട് കണ്ടപ്പോൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, പല കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ 8.5 ലക്ഷം രൂപ സ്വർണം പണയം വെച്ചും മറ്റ് വസ്തുവകൾ വിറ്റും ഇത്തരത്തിൽ ഈ പണം ഇവർക്ക് നൽകിയതും എന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം 2 കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ തുടരന്വേഷണവുമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഷീല ഗോപാൽ സലാൽ, നമുക്കൊരു തീർപ്പ് കൽപ്പിക്കേണ്ടതില്ല. ആരാണ് ശരി, ആര് പറയുന്നതാണ് സത്യം, നിജമേത് പൊയ്യേത് ആർക്കറിയാം. പ്രിയപ്പെട്ടവരെ, വാഹന